ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് പുതിയൊരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഥയുടെ പേരാണ് കരിമ്പാത. അപ്പം വായോ പോവാം. മഴ പെയ്തുകൊണ്ടിരുന്ന ഒരു രാത്രി വയനാട്ടിലെ ഒരു മലമ്പാതയിലൂടെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അജയ്. നഗരത്തിലെ തിരക്കിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കാനുള്ള യാത്രയായിരുന്നത്. 11 മണിയോടെ അവൻ്റെ കാറിൻ്റെ GPS സിഗ്നൽ നഷ്ടപ്പെട്ടു. ഫോണിന് നെറ്റ്വർക്കുമില്ല. മുന്നിൽ നീണ്ടു കിടക്കുന്ന ഇരുണ്ട റോഡ് മാത്രം. അപ്പോൾ റോഡിൻ്റെ വക്കിൽ ഒരു പെൺകുട്ടിയെ അവൻ കണ്ടു. ഏകദേശം 20 വയസ്സ് പ്രായം. മഴയിൽ നനഞ്ഞു നിൽക്കുന്നു. സഹായിക്കാമോ? എൻ്റെ കാർ കേടായി, അവൾ ചോദിച്ചു. അജയ് അവളെ കാറിൽ കയറ്റി. പേര് അവൻ ചോദിച്ചു. നന്ദന. അവൾ ചെറുതായി ചിരിച്ചു. കുറച്ചു ദൂരം പോയപ്പോൾ അജയ് ശ്രദ്ധിച്ചു. അവളുടെ വസ്ത്രങ്ങൾ മഴയിൽ നനഞ്ഞതായി തോന്നിയെങ്കിലും കാറിലെ സീറ്റിൽ ഒരു തുള്ളി വെള്ളം പോലും വീഴുന്നില്ല. അത് അവൻ മനസ്സിൽ നിന്ന് മാറ്റി. പക്ഷേ കുറച്ചു കഴിഞ്ഞ് റിയർ വ്യൂ മിററിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. പിന്നിലെ സീറ്റിൽ ആരുമില്ല. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. നന്ദന അവിടെ തന്നെ ഇരിക്കുന്നു. വീണ്ടും മിററിലേക്ക് നോക്കി. ആരുമില്ല. എന്താണ്? നന്ദന ചോദിച്ചു. ഒന്നുമില്ല. അജയ് കാർ വേഗത്തിൽ ഓടിച്ചു. അപ്പോൾ നന്ദന ഒരു പഴയ വീടിൻ്റെ മുന്നിൽ കാർ നിർത്താൻ പറഞ്ഞു. വീട് പൂർണ്ണമായും ഇരുട്ടിൽ മുങ്ങിയിരുന്നു. ഇവിടെയാണോ താമസം? അതെ അതെ. അവൾ ഇറങ്ങി. പക്ഷേ പോകുന്നതിന് മുമ്പ് അവൾ പറഞ്ഞു, ഇന്ന് രാത്രി ആരെങ്കിലും നിൻ്റെ വീടിൻ്റെ ജനലിൽ മുട്ടിയാൽ തുറക്കരുത്. അവൾ ഇരുട്ടിലേക്ക് നടന്നു മറിഞ്ഞു. അജയ് അടുത്തുള്ളൊരു ലോഡ്ജിൽ താമസിച്ചു. രാത്രി 2 മണി. ജനലിൽ ആരോ മുട്ടുന്ന സൗണ്ട്. അവൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. തിരശീലയുടെ പിന്നിൽ ഒരു സ്ത്രീയുടെ രൂപം. മഴയിലൂടെ വ്യക്തമായി കാണാനാകുന്നില്ല. വീണ്ടും ആരോ വാതിൽ മുട്ടുന്ന സൗണ്ട് അവൻ കേട്ടു. അജയ് നന്ദനയുടെ വാക്കുകൾ ഓർത്തു. ജനൽ തുറന്നില്ല. 5 മിനിറ്റ് കഴിഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞു. ശബ്ദം നിൽക്കുന്നില്ല. ഒടുവിൽ ധൈര്യം സംഭരിച്ച് അവൻ തിരശീല അല്പം മാറ്റി. പുറത്തു നിന്നത് നന്ദനയായിരുന്നു. അവളുടെ മുഖം ഭയത്താൽ വിറയ്ക്കുന്നു. അവൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. തുറക്കരുത്. അജയ് ഞെട്ടി. അപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു. ജനലിൽ മുട്ടുന്നത് പുറത്തുള്ള നന്ദനയല്ല. അവൻ്റെ പിന്നിൽ മുറിക്കുള്ളിൽ നിന്നാണ് മുട്ടുന്ന ശബ്ദം വരുന്നത്. പതുക്കെ അവൻ തിരിഞ്ഞു നോക്കി പുറകിലേക്ക്. മുറിയിലെ അലമാരയുടെ വാതിൽ അകത്തു നിന്ന് ആരോ മുട്ടുകയാണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടു. നന്ദന നിന്നെ കണ്ടോ? എങ്കിൽ ഇനി നീയും പോകില്ല. അലമാരയുടെ വാതിൽ പതുക്കെ തുറന്നു വരാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ 2ാം ഭാഗവുമായിട്ട് മറ്റൊരു ദിവസം വരാം. ടാറ്റാ.